ഗായത്രി, ആ സ്പെഷ്യൽ പൊതിച്ചോറാ. 2 വാങ്ങിക്കാൻ മനസ്സ് വന്നില്ല. കാണുമ്പോൾ വാങ്ങിച്ചിട്ട് പിന്നെ നമ്മൾ തന്നെ വേസ്റ്റ് ചെയ്യും. എത്ര പേരാ ഫുഡ് ഇട്ടാണ്ട് മരിക്കുന്നത്? നമ്മളായിട്ട് എന്തിനു വെറുതെ ഫുഡ് വേസ്റ്റ് ചെയ്യുന്നു? വാ ഇരിക്കി കഴിക്കാം. കൊള്ളാലോ. ഞാൻ പറഞ്ഞില്ലേ ഇതവിടുത്തെ സ്പെഷ്യലാന്ന്. റിനി, നമുക്കെന്നേ മറൈൻ ഡ്രൈവിൽ എക്സ്പോ കാണാൻ പോയാലോ? അയ്യേ, എക്സ്പോയോ? കല്യാണം കഴിഞ്ഞപ്പോൾ നിന്റെ റൊമാൻസ് ഒക്കെ പോയല്ലോ. എടി, പണ്ട് നമ്മൾ ബീച്ചിൽ 2 പേരും കൈ പിടിച്ച് റൊമാൻറ്റിക്കായി നടന്ന ഓർമ്മ ഉണ്ടോ നിനക്ക്? അത്ര റൊമാൻറ്റിക് ഒന്നും ആയിരുന്നില്ല. അത് പിന്നെ അന്ന് നാട്ടുകാർ കാണുമോ വീട്ടുകാരുണ്ടാവുമോ അവരറിയോ എന്നുള്ളൊരു പേടിയൊക്കെ ആയിരുന്നില്ലേ? എനിക്കൊരു പേടിയില്ലാതെ നിന്റെ കൈ പിടിച്ച് ബീച്ചിലൂടെ റൊമാൻറ്റിക് ആയിട്ട് നടക്കണം. റിനി, ഐ ലവ് യു. ഐ ലവ് യു ടു. എക്സ്പോ ടിക്കറ്റ് 300, പെട്രോൾ 300. എക്സ്പോക്ക് കയറിയ മിനിമം 2 മണിക്കൂർ കഴിയാതെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റൂല. പുറത്തെ ഫുഡ് 600, ടോട്ടൽ 1200. അതേസമയം ബീച്ചിൽ പോയ പെട്രോൾ 250, ചായ 20. രാവിലെ നേരത്തെ പോയ ഉച്ചയാകുമ്പോഴേക്കും തിരിച്ചെത്താം. ടോട്ടൽ 270. അതും ഓക്കെ. എന്റെ മുഖം നോക്കി, നല്ല ടാൻ അടിച്ചു. പണ്ടത്തെ ഗ്ലോ ഒന്നുമില്ല. ആ, അതൊക്കെ ഉണ്ടെങ്കിലല്ലേ പോവൂ. നീ അകത്തൊന്ന് പോയി സോപ്പിട്ട് മുഖം കഴുകിയ അതൊക്കെ മാറും. പിന്നെ സോപ്പ് എനിക്ക് ഡീറ്റാൻ ചെയ്യണം. എന്താ? ടാന് പോവാനുള്ള ഒരു ബ്യൂട്ടി ടെക്നിക്കാ. നീ പോയി ചായ കുടിച്ചേ, ചൂട് പോകുന്നതിന്റെ മുമ്പേ. ഡീറ്റാൻ ചെയ്യാം. റീനി, നമ്മളിതൊരു ഹണിമൂൺ പോയിട്ടില്ലല്ലോ, നമുക്ക് പോണ്ടേ? പോവാലോ. ഊട്ടി? അവിടെ ഭയങ്കര തണുപ്പല്ലേ? പിന്നെ ഹണിമൂണിന് സഹാറ ഡെസർട്ടിൽ പോകാൻ പറ്റില്ലല്ലോ. ഫണ്ണി ഗേൾ. ഞാൻ കാര്യത്തിലാ ചോദിച്ചത്. ഈ പെണ്ണിന്റെ ഒരു കാര്യം. ഹണിമൂണല്ലേ, സെറ്റാക്കാം. കുറെ സെറ്റാക്കും. ഹണിമൂൺ നമുക്കേ തായ്ലൻഡിലാക്കിയാലോ? ശരിക്കും? അതെ, അവിടെ ഇവിടുത്തെ പോലെ ക്ലൈമറ്റ് പ്രശ്നമൊന്നുമില്ലല്ലോ. അത് ശരി.
നീ അത് ഓഫ് ചെയ്തേ, കരിയും അത്. അയ്യോ, എന്നാ ഞാൻ പോയി ഡ്രസ്സ് പാക്ക് ചെയ്യാം അല്ലേ? അല്ലല്ല പോലെ. ഡ്രസ്സ് പാക്ക് ചെയ്യുന്നതിൻ്റെ മുമ്പേ നമുക്ക് ടിക്കറ്റ് എടുക്കണം, വിസ എടുക്കണം. നിനക്ക് പാസ്പോർട്ട് ഉണ്ടല്ലോ അല്ലേ? അയ്യോ, അതില്ല. പാസ്പോർട്ട് ഇല്ല? പാസ്പോർട്ട് ഇല്ലാതെ പിന്നെ എങ്ങനെയാ പോകുന്നത്? അത് കുഴപ്പമില്ല, നമുക്ക് സെറ്റ് ചെയ്യാം. നമുക്ക് നാളെ പോയിട്ട് അപ്ലൈ ചെയ്യാം. സെറ്റ് ആവുമായിരിക്കും അല്ലേ? പിന്നെ സെറ്റ് ചെയ്യാലോ. ഓക്കെ. ഓക്കെ. അയ്യോ, പൊളിക്കും അത്. ബെഡ് അങ്ങനെ തകർന്നു കഴിഞ്ഞാൽ ഹൗസ് ഓണർ ഇറക്കി വിടും കേട്ടോ. അപ്പൊ നമ്മള് വീട്ടിൽ പോവും. എന്തായാലും ഞാനിവിടെ ഓക്കെ ഒന്നല്ല. റിനി പോയാൽ ഞാൻ ഒറ്റയ്ക്ക. വീട്ടിലാകുമ്പോ എല്ലാരും ഇല്ലേ? നിനക്ക് പഠിക്കാൻ പൊക്കൂടെ? റിനി ഇവിടെ നിൽക്കുന്നുണ്ടല്ലേ ഞാൻ ക്ലാസ് കളഞ്ഞ് ഇങ്ങോട്ട് വന്നേ. എനിക്കിവിടെ നിന്നേ പറ്റുള്ളൂ. നീ വീട്ടിൽ പോ. ഓഫ് ഡേയ്സിൽ വന്നാ പോരെ? അതെ, ഓഫ് ഡേയ്സ് എന്നും പറഞ്ഞ് രാവിലെ വന്നിട്ട് ഉച്ചയാകുമ്പോഴേക്ക് പോവും. ആർക്കോ വേണ്ടി എന്തോ ചെയ്യുന്ന പോലെ. ആർക്കോ വേണ്ടിയോ? നിനക്ക് വേണ്ടി, നമുക്ക് വേണ്ടിയിട്ട്. ഈ പറഞ്ഞ് കേൾക്കാൻ നല്ല രസമൊക്കെ ഉണ്ട്, പക്ഷേ ഇറ്റ്സ് നോട്ട് വർക്കിംഗ്. എനിക്ക് വർക്ക് ചെയ്യണ്ടേ? അല്ല, ഇവിടെ ഇരുന്നിട്ട് ഇപ്പൊ വർക്കിംഗ് ആണോ? കോപ്പ്. അവിടെ പോണം, ഇവിടെ പോണം, അത് വേണം, ഇത് വേണം. മനുഷ്യൻ്റെ ഒരു സൗകര്യം തരൂല. Many more happy returns of the day. Many more happy returns of the day. അയ്യേ, കരയുന്നോ? കട്ടെ. ഞാൻ എങ്ങനെ നിന്നെ സർപ്രൈസ് ചെയ്യാന്ന് ആലോചിച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നീയായിട്ട് ഓരോന്ന് പറഞ്ഞു തുടങ്ങിയത്. പിന്നെ ഞാനത് ഏറ്റുപിടിച്ചു. ഇത് കുറച്ച് ഓവറായി പോയി. ഐ എം സോറി. നമുക്ക് ഓരോ പീസ് കേക്ക് കഴിച്ചാലോ? അതൊക്കെ രാവിലെ തീർന്നു. ഒരു തരി പോലും ബാക്കി വെച്ചില്ല അല്ലേ?
ഇപ്പൊ വരാവേ. ആ ദാ, ഓക്കെ. 1600. ഏ 1600. QR. ഇട്ടിട്ടുണ്ടേ. ഓക്കെ. താങ്ക് യു. ശരി. ഹാപ്പി ബർത്ത്ഡേ ടു യു. പിടിക്കടോ, തനിക്ക് വാങ്ങിച്ചാ. നിന്റെ പൈസ ഇല്ലാഞ്ഞിട്ട് എന്തിനാടാ ഇത് മേടിച്ചേ? ആരാ പറഞ്ഞ കാശില്ലാന്ന്? ഞാൻ കണ്ടല്ലോ. ഓ, അതെൻ്റെ എക്സ്പെൻസ് അക്കൗണ്ടാ. എനിക്ക് 3 അക്കൗണ്ട് ഉണ്ട്. മെയിൻ അക്കൗണ്ടിലാണ് എൻ്റെ ക്യാഷ് മൊത്തം. യുനോ യുവർ ഹസ്ബൻഡ് ഈസ് എ റിച്ച് ഗായ്. എന്നാ അക്കൗണ്ട് കാണിക്ക്, ഞാനും അറിയട്ടെ നിനക്ക് എത്ര ആസ്തിയുണ്ടെന്ന്. ഫൺ ഫൺ. അല്ല, ഞാൻ കാര്യത്തില. ഈ ബർത്ത്ഡേ ആയിട്ട് എന്തിനാ നീ വെറുതെ അടി കൂടാൻ വരുന്നത്? ഞാനാണോ ഒടിയാക്കുന്നത്? ഇതെന്റെ ബർത്ത്ഡേ വിഷായിട്ട് കൂട്ടിയാൽ മതി. അക്കൗണ്ട് കാണിക്ക്, മറക്കാവൊന്നുമില്ലെങ്കിൽ കാണിച്ചൂടെ? സില്ലി ഗേൾ. എന്തേലും ഉണ്ടെങ്കിൽ ഒന്ന് തുറന്ന് പറയിറിനി. എന്ത്? എടാ, എന്താണെങ്കിലും പറയ് നീ. എടി, ഞാനിപ്പോൾ ഫിനാൻഷ്യലി ഓക്കെ അല്ല. എന്നുവെച്ച് ലോസറും അല്ല. എടാ, നിനക്കിതൊക്കെ എന്നോട് പറഞ്ഞാ പോരെ? അങ്ങനെ തുറന്നു പറയാൻ മാത്രമൊന്നുമില്ല. എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. കുറേയൊക്കെ കളത്തിരങ്ങൾ ഞാൻ കണ്ടിട്ടും അറിയാത്ത പോലെ അങ്ങനെ വിട്ടു. ഗായത്രി, എനിക്ക് നിന്നെ ബുദ്ധിമുട്ടിക്കാൻ കഴിയില്ല. നിന്നെ പറ്റിക്കാൻ വേണ്ടി ഞാനൊന്നും ചെയ്തിട്ടുമില്ല. പക്ഷേ നീയൊന്നും അറിയാതിരിക്കാൻ വേണ്ടി ചെറിയ ചെറിയ കള്ളങ്ങളാണെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ തായ്ലൻഡ് ട്രിപ്പ് ഉൾപ്പെടെ അല്ലേ? അപ്പം ഞാൻ ചുമ്മാ പറഞ്ഞതാണെങ്കിലും എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണത്. നമ്മൾ ഒരുമിച്ച് അവിടെ പോകുന്നു, ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നൊക്കെ. നോക്ക്, അവിടെ പോയിട്ട് നമ്മൾ ഏതൊക്കെ ഹോട്ടലുകളിൽ താമസിക്കണം, ഏതൊക്കെ റിസോർട്ടിൽ പോകണം, എന്തൊക്കെ കഴിക്കണം, അങ്ങനെ ഒരു ലിസ്റ്റ് തന്നെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എടീ, കുറച്ച് സമയത്തിൻ്റെ കാര്യമുള്ളൂ, നമ്മൾ അവിടെയൊക്കെ പോവും. നീ എന്തിനാ ഇതൊക്കെ ഇങ്ങനെ ഉള്ളിൽ ഒതുക്കുന്നേ? ഇതൊക്കെ ഞാൻ കൂടെ അറിയേണ്ട കാര്യങ്ങളല്ലേ? അങ്ങനെ നിന്നോടെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നീ പിന്നെ നിൻ്റെ ആഗ്രഹങ്ങളൊക്കെ എന്നോട് പറയുമോ? കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിലും എനിക്ക് നിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരണം. നീ അതൊന്നും ഓർത്ത് പേടിക്കേ വേണ്ട. അതിലൊന്നും ഒരു കോംപ്രമൈസും ഇല്ല. ഞാനെല്ലാം നിന്നോട് പറയും. നമുക്ക് ഒരുപാട് സമയമുണ്ട്. പതിയല്ല സെറ്റാക്ക്. ഡാ, നമുക്കൊരു ഫെലൂഡ് അടിച്ചാലോ? നിൻ്റെ ഈ ആഗ്രഹം എന്തായാലും ഞാൻ സാധിച്ചു തരും. ചേട്ടാ, 189 അല്ലേ? അതെ. ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓ ശരി, താങ്ക് യു. ശരി.
ഗായത്രി, നിനക്ക് വിശന്ന എൻ്റെ അവസാനത്തെ 100 രൂപയും ഞാൻ ചെലവാക്കും. ഇറ്റ്സ് ജസ്റ്റ് എ മാറ്റർ ഓഫ് ടൈം.